ഞാൻ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എനിക്ക് പഠിക്കാൻ കൂടെ ഒരു സമാധാനമില്ല. എപ്പോഴാണ് ഇഴജന്തുക്കൾ വരിക, കാറ്റും മഴയും വന്നാൽ വീട് എപ്പോഴാണ് വീഴുകയെന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ബാത്റൂമിൽ കൂടെ പോകാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നിവൃത്തി കൊണ്ടാണ് ഞങ്ങൾ മാനുക്കാനെ വിളിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ അവസ്ഥ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിയണമെന്ന് സഹായിക്കും. എനിക്കിപ്പോൾ ഇരിക്കാനൊരു ചാളയാണ് ആവശ്യം. നല്ല അടച്ചുറപ്പും വൃത്തിയുള്ളൊരു. ഇതിൻ്റെ 4 മക്കൾ, 2 മക്കൾ സുഖമില്ലാത്ത മക്കളാണ്. ഈ മക്കളെയും കൊണ്ട് നിങ്ങൾ വീട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് നല്ലൊരു ഇതിലിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഈ മക്കളിനായിട്ട് മക്കളെ നല്ല സേഫ്റ്റി ആയിട്ട് ഇരുത്തണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതിന് കഴിയുന്ന നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഞങ്ങൾക്ക് ചെയ്തു തരണം. നിങ്ങളിപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ വാടകയ്ക്ക് ഇവിടെ? 7 വർഷമായി. 7 വർഷമായി. എത്ര മക്കളാ? എനിക്ക് 4 കുട്ടികളാണ്. 4 കുട്ടികളാണ്. ഇത് വലുതാണ് അല്ലേ? 3 പെണ്ണും ഒരാണും. പിന്നെ അവിടെ കിടക്കണത് ഓട്ടീസുള്ള മോളാണ്. 12 വയസ്സായി. പിന്നെ ഇതാ മോന് ഹാർട്ടിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കാണ്. വീടും സ്ഥലമൊന്നുമില്ല. ഹലോ, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ബുള്ളറ്റുമാനുമാണ്. പാലക്കാടാണുള്ളത് കേട്ടോ. എന്താ സ്ഥലത്തിൻ്റെ പേര്? വെണ്ണക്കര എന്നാണ് സ്ഥലത്താണുള്ളത്. താത്തയും ഭർത്താവും 4 മക്കളും. ഒരു മോള് 12 വയസ്സാണ്, ഓട്ടിസം ബാധിച്ച് കിടക്കുകയാണ്. അതുപോലെ തന്നെ മോന് ഹാർട്ടിന് ഹോളൊക്കെ ആയിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ബ്ലഡിൻ്റെ ലീക്കും രക്തസ്രാവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മോള് 10ാം ക്ലാസ്സിലാണ്. അതുപോലെ ചെറുത് 4 വയസ്സായി. യാതൊരു നിവൃത്തിയില്ല. ഇവിടെയൊക്കെ വന്ന് കണ്ടപ്പോൾ അടുക്കളയും വെള്ളം ചോർന്നിട്ടും അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ ഈ പാത്രമൊക്കെ വെച്ചിട്ടും ബാത്റൂമൊക്കെ ഒരു അടച്ചുറപ്പില്ലാത്തൊരു സ്ഥലത്താണ്. ടാർപ്പായൊക്കെ കെട്ടിയിട്ടാണ്. വളരെ ദയനീയാവസ്ഥയാണ്. 7 കൊല്ലമായിട്ട് ഈ ഒരു വീട്ടിലാണ്, ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാനായിട്ടുള്ള ഈ ഒരു വീട്ടിലാണ് താമസം. എൻ്റെ വീഡിയോ കാണുന്ന മാന്യ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ, നിങ്ങളാൽ കഴിയുന്നത് ഒന്ന് സഹായിച്ചിട്ട് അത്യാവശ്യം എന്താ പറയുക, ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലൊന്നും അവർ വരൂല. മക്കളൊന്നും കാണിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കല്ല, നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ കൈവിടരുത് ഒരിക്കലും. കാരണം ഇവരൊരു ആഗ്രഹമാണ് ചെറിയൊരു കുഞ്ഞു വീട്. ഒന്ന് സഹായിച്ചാൽ നിങ്ങളെ കഴിയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ ഈ മക്കളെയൊക്കെ നമുക്ക് ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്താക്കി മാറ്റാം. ഇൻഷാ അല്ലാഹ് സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ. അസ്സലാമു അലൈക്കും.